അളവ് ബ്ലൗസ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു ബ്ലൗസ് കട്ട് ചെയ്യുന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ അളവ് ബ്ലൗസ് ഉണ്ട്, അവർ തന്നിട്ടുണ്ട്. ഈ അളവിൽ എങ്ങനെ അളവെടുത്ത് ബ്ലൗസ് തയ്ക്കും. ഇതിൽ ഇച്ചിരി വ്യത്യാസമുണ്ട്, ഇറക്കത്തിലും വണ്ണത്തിലും വ്യത്യാസമുണ്ട്. അത് നമുക്ക് ഇത് അളവെടുത്തിട്ട് ഇതിൽ നിന്ന് കൂട്ടിയെടുക്കണം. അപ്പോൾ ഈ ബ്ലൗസ് നോക്കിയോ, ഇവിടുന്ന് ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് ഇറക്കം എടുക്കുന്നത്. ഇതിന് 14.5 ഉണ്ട് ഇറക്കം. ഷോൾഡറിൻ്റെ ഈ കഴുത്തിൻ്റെ ഇവിടെ അല്ലേ, ഇവിടെ ഇങ്ങനെ ടേപ്പ് വെച്ചതിന് ശേഷം ഇറക്കം നോക്കുക. 14.5 ഉണ്ട് ഇറക്കം. അവർക്ക് 1/2 ഇഞ്ച് കൂടെ കൂട്ടണം. അപ്പം 15 എടുക്കണം. ഇതിനേക്കാളും 1/2 ഇഞ്ച് കൂടെ കൂട്ടണം എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 15 എടുക്കണം. തുണി രണ്ടായിട്ട് മടക്കണം. നമ്മൾ ബാക്ക് പീസ് ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പോൾ തുണി രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം ലെവൽ ചെയ്യുക. ഓക്കെ, അടിഭാഗം ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആക്കിയതിന് ശേഷം ലെവൽ ചെയ്യുക. ഇനി നമുക്ക് 14.5 ഇറക്കം വന്നേക്കുന്നത്. 1/2 ഇഞ്ച് കൂടെ കൂട്ടണം. അപ്പോൾ 15 വേണം നമുക്ക്. അപ്പോൾ 1 ഇഞ്ച് കൂടെ തയ്യത്തും കൊടുക്കണം. ഇവിടെ ഷോൾഡർ ജോയിൻ ചെയ്യാനും ഇവിടെ അടിഭാഗത്തും 1/2 ഇഞ്ച് അടിമടക്കി തയ്ക്കാനും 1 ഞാൻ കൂട്ടാം. അങ്ങനെ 1 ഇഞ്ച് കൂടെ കിട്ടും. നമുക്ക് വേണ്ടുന്ന ഇറക്കത്തോടുകൂടി 1 ഇഞ്ച് കൂടെ കൂട്ടാം. 15 വേണം, 16 എടുക്കുക. ഓക്കെ, ഇങ്ങോട്ട് മാറ്റി ലൈൻ ചെയ്യാം. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നെക്ക്, ബാക്ക് പാർട്ടിൻ്റെ നെക്ക് എടുക്കണം. നെക്ക് എടുക്കുമ്പോൾ ബ്ലൗസ് കറക്റ്റ് ഇങ്ങനെ വെക്കണം. ഉണ്ടോ, വെച്ചതിന് ശേഷം ആദ്യം വിത്തെടുക്കുക. ഇങ്ങനെയൊക്കെ ഒരു സ്കെയിൽ ഇങ്ങനെ വെച്ചാൽ നമുക്ക് അളവെടുക്കാൻ എളുപ്പമായിരിക്കും. നമുക്ക് ഇവിടുന്ന് നെക്ക് വിത്ത് വന്നേക്കുന്നത്, അതായത് വൈഡ് 6 ഇഞ്ചുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് തുണിയിലെടുക്കുമ്പോൾ. നമ്മളിത് നിവർത്തിയിട്ടിട്ടല്ലേ എടുത്തേക്കുന്നത്. തുണി മടക്കിയിട്ട് എടുത്തേക്കുന്നതുകൊണ്ട് ഇതിൻ്റെ പകുതി എടുക്കണം. അപ്പം 6 ഇഞ്ച് വന്നപ്പം 3 ഇഞ്ച് എടുക്കണം. അതുപോലെ തന്നെ ഇറക്കം 7 ഇഞ്ചുണ്ട്. അപ്പം അത് പ്രകാരം നമുക്കെടുക്കാം. നെക്കിൻ്റെ ഇറക്കം 7 ഇഞ്ച്, വിത്ത് 6 ഇഞ്ചാണ്. അപ്പം 3 ഇഞ്ച് വേണം. അപ്പോൾ ഇതിൽ നമ്മൾ എടുക്കുമ്പോൾ 2.25 എടുത്താൽ നമ്മൾ ക്രോസ് പീസ് ഇട്ട് തയ്ച്ച് വരുമ്പോൾ അത് 3 ആവും കേട്ടോ. കിട്ടിയിൽ നിന്ന് 1/4 ഇഞ്ച് കുറച്ചെടുത്താൽ മതി. അപ്പം എത്ര, 6 ഇഞ്ചാണ്, 3 വേണ്ട. പക്ഷേ ഞാൻ 2.25 എടുക്കുന്നുള്ളൂ. തയ്ച്ച് വരുമ്പോൾ അത് 3 ആവും കേട്ടോ. എന്നിട്ട് അത് ലൈനങ്ങ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് 1 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് ഈ കോർണറിൽ ഇങ്ങനെ ഷേപ്പ് എടുക്കുക. യു ഷേപ്പ്. ഇനി നമുക്ക് ഷോൾഡറാണ് നോക്കുന്നത്. ഷോൾഡർ എടുക്കുമ്പോൾ കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഷോൾഡർ എടുക്കുക. ഇവിടെ നിന്ന് കൈയുടെ ഈ ജോയിൻ്റ് ഇല്ലേ, ഇവിടെ നിന്ന് ഇവിടം വരെ. അപ്പോൾ എത്ര ഉണ്ട്, 11 ഉണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കണം. 11ൻ്റെ പകുതി 5.25 എടുക്കണം. 5.25 എടുത്തതിന് ശേഷം 1/2 ഇഞ്ച് തയ്യത്തുമ്പോൾ, അപ്പോൾ 5.25. എന്നിട്ട് കൂടുതൽ ഷോൾഡർ എത്തിയ അവിടെ നിന്ന് കൈക്കുഴി നമുക്ക് ഒരു 5.5 എടുക്കാം. എന്നിട്ട് അവിടാണ് ചെസ്റ്റ് ലൈൻ വരുന്നത്, വണ്ണം വരുന്നത്. വണ്ണം നോക്കുന്നത് ഇങ്ങനെ എടുത്ത് ഈ പടി കഴിഞ്ഞിട്ട് ബാക്കി നോക്കും.
കൊളുത്തുപടി നോക്കരുത് കേട്ടോ. ഇവിടുന്ന് വേണ്ട 10.25 അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിൽ നോക്കണം 32 കണ്ട 10 ഒരു സൈഡ് എടുത്ത് 10.25 എടുത്തു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ബാക്കിൽ കൂടെ എടുത്തിട്ട് 32 42 ടോട്ടൽ അവർക്ക് ചെസ്റ്റ് വണ്ണം വന്നേക്കുന്നത് 42. എന്നിട്ട് അവർക്കത് ടൈറ്റാണ്. അപ്പം 42.5 എടുക്കണം. അര ഇഞ്ചൂടെ കൂട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 42.5 എടുക്കുന്നത്. 42.5 ടോട്ടൽ വണ്ണാണ്. ബ്ലൗസിനെ കറക്റ്റ് ഇങ്ങനെ പിടിച്ചപ്പോൾ 42 വന്ന്. അര ഇഞ്ചൂടെ കൂട്ടി 42.5 ലൂസ് കൂട്ടുന്നവർക്ക് ടൈറ്റ് ആയതുകൊണ്ട്. അപ്പം അതിൻ്റെ 4 ഭാഗം 42ൻ്റെ 4 ഭാഗം 10.5 വരും. അപ്പോൾ ഈ കൈക്കുഴി നമ്മുടെ ലൈൻ എടുത്തിട്ടില്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ട് 10.5 മാർക്ക് ചെയ്യാം. 10.5യും ഒരു 2 പോയിൻ്റ് കൂടെ എടുക്കുക കേട്ടോ. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം വേസ്റ്റ് ഭാഗത്തെ വണ്ണം കൂടെ നോക്കുക. നമുക്ക് അളവ് ബ്ലൗസ് ഇങ്ങനെ തരുമ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ. വേസ്റ്റ് ഭാഗത്തെ വണ്ണം കൊളുത്ത് വെക്കുന്നത് അടിഭാഗത്തെ വണ്ണമല്ലേ, ഇവിടെ വന്നിട്ട് ഇറക്ക എടുത്ത ഭാഗത്തെ വണ്ണം വന്നേക്കുന്നത് 32. അതായത് ഇവിടുന്ന് ഇവിടം വരെയുള്ള വണ്ണം വന്നേക്കുന്നത് 32. 32 വേണ്ട, 1 ഇഞ്ച് കൂടെ കൂട്ടണം 32.5. അപ്പോൾ 32.5യുടെ 4 ഭാഗം എത്ര വരും? 8.5 വരും. 8.5യും ഒരു പോയിൻ്റ് കൂടെ എടുക്കുക, 2 പോയിൻ്റ് കൂടെ എടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിൽ 2 ടക്കുണ്ട്. ബാക്കിൽ വേണ്ട ഈ ടക്കുണ്ട്. അപ്പോൾ 1 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. 9 ഒരു പോയിൻ്റ് കൂടെ എടുത്താൽ ഓക്കെ. ഇതിനെ നമുക്ക് ലൈൻ ചെയ്യാം. എന്നിട്ട് ഇത് രണ്ടിൻ്റെയും കൂടെ സെൻറ്റർ കാണണം. എന്നിട്ട് ഇവിടുന്നൊരു ടക്കിൻ്റെ നീളം 4.5 ഓക്കെ. എന്നിട്ട് 4 ഇഞ്ച്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇവിടുന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആം ഹോൾ കുഴിച്ചു വിട്ടുന്നതാണ്. 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ 5.5 അല്ലേ, 5.5യുടെ പകുതി 2.25 വരും. ആ 2.25 നിന്ന് ഇങ്ങനെ ഷേപ്പ് എടുക്കണം. എന്നിട്ട് ഈ ആം ഹോൾ എത്ര ഉണ്ടെന്ന് നോക്കണം. എന്നിട്ട് നമുക്ക് അളവിൽ ആം ഹോൾ റൗണ്ട് നോക്കാം. എന്താ കൈക്കുഴി റൗണ്ട് നോക്കുമ്പോൾ 9 ഉണ്ട്. 9 9 18 2 സൈഡ് കൂടെ എടുക്കാം. അപ്പോൾ നമുക്കിവിടെ 9 കിട്ടുമോ എന്ന് നോക്കണം. നമുക്കിവിടെ 9 കിട്ടുന്നതുകൊണ്ട് കൈക്കുഴി 5.5. ഇത് കൈക്കുഴിയിൽ ഈ 9 കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇറക്കുക. ചിലപ്പോൾ ഇങ്ങോട്ട് ഇറക്കേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങോട്ട് അങ്ങനെ വ്യത്യാസം വരും. അപ്പം നമുക്ക് ഈ ആം ഹോൾ റൗണ്ടിൻ്റെ അനുസരിച്ചാണ് ഈ കൈക്കുഴി ലെന്ത്. പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പല രീതിയിൽ നമ്മൾ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇത് നോക്കി ഇതാണ് കറക്റ്റ് കേട്ടോ. ആം ഹോൾ റൗണ്ട് ആദ്യം നമ്മൾ 5.5 മാർക്ക് ചെയ്ത്, എന്നിട്ട് ഇവിടുന്ന് ആ കോർണറിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്ത്, പിന്നെ ഈ ലെന്തിൽ നിന്ന് 5.5യുടെ പകുതി മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഷേപ്പ് എടുക്കാം. എന്നിട്ട് നമ്മുടെ ആം ഹോൾ റൗണ്ട് എത്ര ഉണ്ടെന്ന് നോക്കാം. കൈ അളവിലുണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് 9 ഉണ്ട്. അപ്പോൾ 9 അപ്പോൾ ബാക്കും കൂടെ വരുമ്പോൾ 2 സൈഡ് വരുമ്പോൾ 18. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഷേപ്പ് എടുത്തപ്പം ഇവിടെ 9 18 ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ട്. ഇതാണ് കറക്റ്റ്. ഇനി നമുക്ക് കയ്യെത്തുമ്പ് എടുക്കണം. കയ്യെത്തുമ്പോൾ 1.5 2 എടുക്കാം കേട്ടോ. ഞാൻ 1.5 എടുക്കാനേ.
എന്നിട്ട് കഴുത്ത് ഒതുക്കി വെട്ടണമെന്നാണ് പറഞ്ഞേക്കുന്നത്. നെക്ക് ഒതുങ്ങി വരണമെന്ന്. ഇനി അത് കഴിഞ്ഞ് ബാക്ക് വെട്ടിക്കഴിഞ്ഞ് ഇതിന് മാറ്റിയതിന് ശേഷം ഇതിനെ നമുക്ക് ഇങ്ങോട്ടിടാം. ഈ ഓപ്പൺ വന്നത് ഈ ഫ്രണ്ട് ഓപ്പൺ വരാം. ഉണ്ടോ? കറക്റ്റ് ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ ബാക്ക് വെട്ടിയല്ലോ, അതിങ്ങനെ വെട്ടി ഇതിനെ ഇങ്ങനെ ഇട്ടുക. ബാക്ക് പീസിനെ എടുത്ത് കറക്റ്റ് ഇതേപോലെ വെച്ചതിന് ശേഷം നേരെ വെച്ചതിന് ശേഷം അങ്ങടെ മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ ഭാഗവും ഷോൾഡറിൻ്റെ ഭാഗവും കൈക്കുടെ ഭാഗവും വണ്ണത്തിൻ്റെ ഭാഗവും ഇതേപോലെ മാർക്ക് ചെയ്യും. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് കൂട്ടിയെടുക്കുക. ഇത് കറക്റ്റാണ്, ഞാൻ തയ്ച്ച് കൊടുക്കുന്നതാണ്. ഇത് കറക്റ്റാണ്. നിങ്ങളിത് ഫോളോ ചെയ്താൽ നിങ്ങൾ തയ്ച്ചെടുക്കുമ്പോൾ കറക്റ്റായിരിക്കും കേട്ടോ. 1.5 ഇഞ്ച് ബാക്കിനേക്കാളും ഫ്രണ്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം 1.5 ഇഞ്ച് കൂട്ടിയെടുക്കുക. കട്ടിങ് പീസ് എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ എടുത്തതിന് മാർക്ക് ചെയ്തതിന് ശേഷം ഇതിനെ അങ്ങ് മാറ്റാം. ഇനി നമ്മുടെ അളവിൻ്റെ ഫ്രണ്ട് നെക്ക് എടുക്കണം. നമുക്കിവിടെ തന്നിട്ടുണ്ട് അവർക്ക് നെക്ക്. അപ്പോൾ ഈ നെക്ക് എത്രയാണെന്ന് വെച്ചിട്ട് അതെടുക്കുക. 6 ഇഞ്ചാണ് വേണ്ടത്. 6 ഇഞ്ച് ഇതേപോലെ എടുക്കുക. ഇത് നമ്മൾ നേരത്തെ എടുത്തതുപോലെ 2.25 എടുക്കുക. ഓക്കെ. എന്നിട്ട് ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ആം ഹോൾ കർവ് വെച്ച് ഇതേപോലെ ചെയ്യാം. ഇങ്ങനെ ഷേപ്പ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു അരയിഞ്ച് എടുത്തിട്ട് ഇങ്ങനെ അത് മനസ്സിലായാലോ അത്രയും. എന്നിട്ട് ഫ്രണ്ട് ഇത് ബാക്കിലെ കൈക്കുഴിയാണ്. ഫ്രണ്ട് വരുമ്പോൾ 1/2 ഇഞ്ച് ഇതേപോലെ പിടിച്ചു വെക്കണം. 1/2 ഇഞ്ച് ഇതേപോലെ ഇങ്ങോട്ട് വേണ്ട, ഇങ്ങനെ ടച്ച് ചെയ്ത് ഇവിടെ വരുന്നു. ഇവിടെയാണ് നമുക്ക് പോണ്ടത്, ചൂത്ത് പോണ്ടത് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഈ വീതി നോക്കണം. പോയിൻറ്റിൻ്റെ വീതി നോക്കിക്കോ. അളവ് ബ്ലൗസ് ഉണ്ടായതുകൊണ്ട് ഈ വീതി നോക്കിയാൽ 4 ഇഞ്ചുണ്ട്. അപ്പോൾ ഇവിടുന്ന് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം പോയിൻ്റ് വീതി കണ്ട ഈ പോയിൻറ്റിൻ്റെ ടച്ച് പോയിൻ്റ് ലെന്ത് നോക്കണം. ഒരു എത്ര 9.25 ഇവിടുന്ന് ഈ മെയിൻ ടക്ക് വരെ വന്നേക്കുന്നത് കണ്ടോ 9.25. എന്നിട്ട് കട്ടിങ്ങിൻ്റെ ഈ ലെന്ത് കൂടെ നോക്കുക. ഇതാണ് കട്ടിങ്ങിൻ്റെ ലെന്ത്. ഇത് കൂടെ നോക്കുമ്പോൾ 12 ഉണ്ട് മൊത്തത്തിൽ. അതായത് പോയിൻ്റ് ഇവിടുന്ന് ഇവിടം വരെ 9.25 ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ പിടിക്കണം കേട്ടോ. എന്നിട്ട് ഈ ലെന്ത് കട്ടിങ്ങിൻ്റെ ലെന്ത് 12 പാതി 9 മാർക്ക് 9 മാർക്ക് 9.25 വേണ്ടത്. 9.25 മാർക്ക് ചെയ്ത് പിന്നെ 12 വേണ്ടത്. അപ്പോൾ 13 എടുക്കണം. സ്റ്റിച്ചിങ്ങിന് പോകും പടിയെടുക്കുന്നുണ്ട്. അപ്പോൾ 13 എടുത്ത് ഇങ്ങനെ 1 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുക. ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ. ഇവിടെ 1.5 മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ 1.5 മാർക്ക് ചെയ്യും. എന്നിട്ട് ഈ വീഡിയോ കൂടെ കട്ടിങ്ങിൻ്റെ ഇത് 1.5 ഇഞ്ച് ടക്ക് പിടിക്കണം കേട്ടോ.
വലിയ ടക്ക്. എന്നിട്ട് ഇവിടുന്ന് ഒരു 2 ഇഞ്ച്, ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച്, ഈ 3 ഇവിടുന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഇങ്ങനെ ഷേപ്പ് എടുക്കുക. ഇവിടെ നമ്മൾ 1.5 മാർക്ക് ചെയ്തല്ലോ, ഇവിടുന്ന് ഇങ്ങനെ ഷേപ്പ് വരും. അപ്പോൾ കട്ടിങ്ങിൻ്റെ ഷേപ്പ് വരും. ഓക്കെ, എന്നിട്ടിത് ഇതേപോലെ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ കട്ട് ചെയ്ത് കഴുത്ത് കൂടെ ഇട്ടാൽ ഇതിങ്ങനെ മാറ്റാം. ഉണ്ടോ? ഇനി നമുക്ക് ഇത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത് കറക്റ്റാണ് കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് ഒരു 1.5 കുറച്ച് ഒരു ഇഞ്ച് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് മാറ്റുക. അല്ലെങ്കിൽ ഇത് എല്ലാം കൂടെ വരുമ്പോൾ നമ്മൾ 1.5 ഇഞ്ച് ഇവിടെ നീളം കൂട്ടിയല്ലോ, ഈ പടി അല്ലെങ്കിൽ നീളം കൂടിപ്പോവും. കണ്ടോ? 1 ഇഞ്ച് ഞാൻ മാറ്റി കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇവിടെ 3 ഇഞ്ച് 1.5 ഇഞ്ചിൽ പോയിരിക്കുന്നത്. ആ 3 ഇഞ്ച് കൂടെ അങ്ങ് കുറയ്ക്കുക. ഉണ്ടോ? മനസ്സിലായോ? നമ്മുടെ ഈ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ പിടിച്ച് ടക്ക് കഴിയുമ്പോൾ ഇതേപോലെ വരും. ഇത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബ്ലൗസ് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇതേപോലെ 4 എണ്ണം കൂടെ എടുക്കണം. ഒരു സൈഡിൽ 3 എണ്ണം, മറ്റേ സൈഡിൽ 3 എണ്ണം, 6 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ബാക്കും വെട്ടി ഫ്രണ്ടും വെട്ടി. ഇനി നമുക്ക് സ്ലീവ് വെട്ടണം. സ്ലീവ് വെട്ടുമ്പോൾ നോക്കിക്കോ കേട്ടോ. തുണിയെ 2ആയിട്ട് ഇങ്ങനെ മടക്കിയിടുക. തുണി ഇതിപ്പോൾ 2ആയിട്ട് മടക്കിയിടുന്നത് 2 കൈക്കും കൂടെ ആയതുകൊണ്ട് 4ആയിട്ട് ഇങ്ങനെ മടക്കിയിടുന്നത് 2 കൈക്കും കൂടെ. എന്നിട്ട് നമുക്ക് വേണ്ടുന്ന ഇറക്കം എത്രയെന്ന് വെച്ചിട്ട് അത് അതിൻ്റെ കൂടെ 1.5 കൊടുക്കും. ഈ ഷോൾഡറിൽ നിന്ന് ഇവിടെ അളവ് കൂടെ ഉണ്ടല്ലോ, ഇവിടുന്ന് ഇവിടം ഇറക്കം 7.5 അവർക്ക് ഇറക്കം വന്നേക്കുന്നത്. 7.5 1.5 കൂടെ കൂട്ടുമ്പോൾ 8 9 എടുക്കണം. അത് കഴിഞ്ഞ് ഈ 9 എടുത്തതിന് ശേഷം നമ്മൾ ഷോൾഡർ എത്രയായിരുന്നു എടുത്തേ? 5.25 അല്ലേ? ആ 5.25 മാർക്ക് ചെയ്യാം. എന്നിട്ട് വലിയ ബ്ലൗസല്ലേ, ഇനി വലിയ വർക്കായതുകൊണ്ട് 3 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം ലൂസ് കേട്ടോ. കാലിൻ്റെ ഇങ്ങനെ ഈ ഷോൾഡർ എത്ര എടുത്തേ? 5.25, അതിനോട് 3 ഇഞ്ച് കൂടെ കൂട്ടിയെടുത്ത്. അപ്പോൾ 3 അവിടെ ഉണ്ട്. അപ്പം അവിടെ നിന്ന് 3.5 മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് ഈ ഓപ്പൺസ് വരുന്ന ഭാഗത്തു നിന്ന് 3.5 മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് ഒരു 1.5 2 മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇതേപോലെ ഷേപ്പ് ചെയ്യാം. ഇവിടെ നിന്ന് 1.5 മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ ഷേപ്പ് എടുക്കുക. എന്നിട്ട് ഇവിടുത്തെ വണ്ണം കൂടെ നോക്കുക. 6.5 ഉണ്ട്. 6.5 മാർക്ക് ചെയ്തതിന് ശേഷം
1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതങ്ങ് വെട്ടാം. കൈയുടെ അടിഭാഗത്ത് വേണം 6 ഇട്ട്, നമുക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ വേണം. ഇത് ബാക്കിൽ പഠിക്കരുത് കേട്ടോ. നിങ്ങൾ നോക്കിക്കോ, ഇത് നമ്മൾ കൈവണ്ണവും ഇങ്ങനെ വെട്ടിയപ്പം ബാക്കിലെ പീസല്ലേ, ബാക്കിലെ പീസ് എടുത്തിട്ട് ഇത് രണ്ടും കൂടെ ഒപ്പം വരുന്നോ നോക്ക്. ഇവിടെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ അരച്ച് പോകും. കണ്ടോ? അപ്പം നമുക്കിത് കൂടിയും കുറഞ്ഞും ഒന്നും നിൽക്കത്തില്ല, കറക്റ്റായിട്ട് തയ്ച്ച് പോവാം. ഓക്കെ, സെൻറ്റർ മാർക്ക് ചെയ്ത് എന്നിട്ട് ഇവിടെ നിന്ന് ഈ ലെന്ത് നോക്കിയിട്ട് 1/2 ഇഞ്ച് ഫ്രണ്ട് കുറിച്ചിടണം. കണ്ടോ? അതാ 8.5 തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് തയ്യൽ തുമ്പ് പോകല്ലോ. ഇവിടെ നിന്നുള്ള നീളം 8.5 ഉണ്ട്. അപ്പോൾ 4.25 മാർക്ക് ചെയ്യാം. ഇവിടെ 1/2 ഇഞ്ച്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ 4.25 വന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ഫ്രണ്ട് കുറിച്ച് കേട്ടോ. നമുക്ക് എന്താ സ്ലീവ് കുടിച്ചു വെട്ടിയപ്പോൾ ഇങ്ങനെ ഇട്ടു. ഓക്കെ, ബാക്കി നമുക്ക് പടികൾ ഈ ബാലൻസ് വരുന്ന ഭാഗത്തുനിന്ന് ബാക്കി ക്രോസ് പീസും കൊളുത്തിൻ്റെ പടി എല്ലാം വെട്ടിയെടുക്കണം. പിന്നെ ഇത് ഫ്രണ്ട് പീസ്, ഇത് കട്ടിങ് പീസ്. ഇതിൽ 4 എണ്ണം കൂടെ നമുക്ക് ഇതിൽ നിന്ന് വെട്ടണം. 2 എണ്ണം കിട്ടുള്ളൂ, വേറെ തുണിയിൽ നിന്ന് വെട്ടണം ബാക്കി. അപ്പോൾ അത് വെട്ടി സ്ലീവും വെട്ടി ബാക്കിലെ പടിയും വെട്ടി. ഇത് നമുക്ക് ബാക്കിയുള്ളതും കൂടെ വെട്ടിയെടുക്കാം. ക്രോസ് പീസ് കഴുത്തിന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ക്രോസ് പീസ് വെട്ടുന്നത് കണ്ടല്ലോ. അപ്പോൾ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്ത് നോക്കണം, എല്ലാവരും പഠിക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പോകാം.